നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് ആഭ്യന്തര വ്യോമഗതാഗതം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ തീരുമാനങ്ങൾ കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. ആഭ്യന്തര വിമാനങ്ങളിൽ എത്തുന്നവർ 14 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ കഴിയണം. ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ യാത്രക്കാർക്ക് നിരീക്ഷണം വേണ്ടെന്ന് വ്യോമയാന മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൊറോണ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വിമാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങുന്നത് കോവിഡ് കേസുകൾ കൂട്ടുമെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്നവരിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവശരായ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരുമുണ്ട്. അതിർത്തികളിൽ പരിശോധന കർശനമാക്കുകയും ചെയ്യും. റെഡ് സോണിൽ നിന്ന് വരുന്നവരെ കർശനമായി പരിശോധിക്കുന്നത് തുടരുമെന്നും ആരോഗ്യമന്ത്രി ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയും ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിക്കുകയും ചെയ്തിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 73-കാരിയായ കടപ്പുറം അഞ്ചങ്ങാടി സ്വദേശി ഖദീജ കുട്ടിയാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് വന്ന ഇവർക്ക് നേരത്തെ പ്രമേഹവും രക്താതിസമ്മർദ്ദവും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നുവെന്നും ബുധനാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നതെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. സ്ഥിതി ഗുരുതരമായതിനാൽ ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനിരിക്കവെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഖദീജ മുംബൈയിലെ മകളുടെ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവർക്കൊപ്പം വന്നവരുടെ ശ്രമം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന മകനടക്കം 5 പേരാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നത്. മുംബൈയിൽ നിന്നും ഇവർ റോഡ് മാർഗമായിരുന്നു കേരളത്തിലേക്ക് എത്തിയിരുന്നത്. ഇന്നലെയാണ് മരണം സംഭവിച്ചത്. എന്നാൽ ഇന്ന് വൈകിട്ടോടെ കോവിഡ് സ്രവ പരിശോധനാ ഫലം വന്നതോടെയാണ് രോഗം സ്ഥിരീകരിച്ചത് തന്നെ. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി ഉയർന്നിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.